ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് സോറിയാസിൽ നിങ്ങൾ അടിസ്ഥാനപരമായി എന്ത് ചെയ്യണം എന്നതാണ്. അതിലൂടെ സോറിയാസിസ് അവസാനിക്കും. നിങ്ങളുടെ പ്രതിരോധ ശേഷി ബാലൻസ് ഔട്ട് ചെയ്യണം. അതിനാൽ അത് നിങ്ങളുടെ സ്വന്തം ചർമ്മകോശങ്ങളെ ലക്ഷ്യമാക്കി ആക്രമിക്കില്ല. പകരം അത് തിരിച്ചറിയും, ഇപ്പോൾ ഞാൻ ഇതിനെ സംരക്ഷിക്കണം. ശത്രുവാകരുത്. നിങ്ങളുടെ സോറിയാസിസ് സുഖപ്പെടാൻ തുടങ്ങും. അതിനായി നിങ്ങൾക്ക് ചില ഘട്ടങ്ങൾ പിന്തുടരേണ്ടതുണ്ട്. അതിൽ ആദ്യ ഘട്ടം നിങ്ങൾക്ക് ജലാംശം നിലനിർത്തണം, അതായത് ധാരാളം വെള്ളം കുടിക്കണം. ഇപ്പോൾ നിങ്ങൾ അകത്തുനിന്നുള്ള ജലാംശം നിലനിർത്തുന്നതിന് പുറമെ പുറത്തുനിന്നും ജലാംശം നിലനിർത്തണം. സോറിയ ഓയിൽ അല്ലെങ്കിൽ സോറിയ ബോഡി ലോഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഏതെങ്കിലും ഓയിൽ ഉപയോഗിച്ച് മോയിസ്ചറൈസ് ചെയ്യണം. എന്നാൽ മോയിസ്ചറൈസേഷൻ തുടർന്നുകൊണ്ടിരിക്കണം. ജലാംശം നിലനിർത്തുന്നതിനായി നിങ്ങൾ തേങ്ങാവെള്ളം കഴിക്കാം, കാരണം അത് പിത്തം ശമിപ്പിക്കുകയും ഇലക്ട്രോലൈറ്റ് ബാലൻസ് നിലനിർത്തുകയും ചെയ്യുന്നു. കൂടാതെ നിങ്ങളുടെ സോറിയാസിസ് കൂടുതൽ മോശമാകില്ല, പിത്തം ബാലൻസ് ചെയ്യും. കൂടാതെ നിങ്ങൾക്ക് കുറഞ്ഞത് 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. നിങ്ങൾക്ക് ലിവർ പ്രശ്നമോ കിഡ്നി പ്രശ്നമോ ഇല്ലെങ്കിൽ. അടുത്ത ഘട്ടം ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് ആണ്. ഇപ്പോൾ ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിൽ ആദ്യം വരുന്നത് മഞ്ഞൾ ആണ്. നിങ്ങൾക്ക് അതിന്റെ ഉപയോഗം ചെയ്യണം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിന്റെ പേസ്റ്റ് ഉണ്ടാക്കി ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിനെ ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് നല്ല മഞ്ഞൾ ഉപയോഗിക്കാം. നിങ്ങളുടെ ശരീരത്തിൽ ഇത് വിവരങ്ങൾ നൽകും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ജീരകം അല്ലെങ്കിൽ അജ്വൈൻ ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കാം. അത് ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഡയറി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കരുത്, കാരണം ഡയറി ഉൽപ്പന്നങ്ങൾ ഇൻഫ്ലമേഷൻ വർദ്ധിപ്പിക്കുന്നു. നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഇൻഫ്ലമേഷൻ വർദ്ധിപ്പിക്കുന്നു. വളരെ അമ്ലീയമായ വസ്തുക്കൾ ഇൻഫ്ലമേഷൻ വർദ്ധിപ്പിക്കുന്നു, ഉദാഹരണത്തിന് ഉപ്പിലിട്ടത്, കാച്ചപ്പ് എന്നിവ. ഈ എല്ലാ വസ്തുക്കളും നിങ്ങൾ ഒഴിവാക്കണം. ആലു, വെങ്കായം, അരബി എന്നിവ ഇൻഫ്ലമേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ നിങ്ങൾ കഴിക്കരുത്. ഇതിനു പുറമെ പയർ, ചപ്പാത്തി, പച്ചക്കറി, അരി അല്ലെങ്കിൽ ഇലക്കറികൾ കഴിക്കാം, അല്ലെങ്കിൽ മധുരമുള്ള കിഴങ്ങ് കഴിക്കാം. അടുത്ത ഘട്ടം നിങ്ങൾക്ക് നിങ്ങളുടെ വ്യായാമം നിലനിർത്തി വയ്ക്കണം. അതായത് നിങ്ങൾക്ക് 1 മണിക്കൂർ ഏതെങ്കിലും ശാരീരിക പ്രവർത്തനം ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, പക്ഷേ ചെയ്യണം, കാരണം ഇത് വിഷാംശങ്ങൾ പുറത്താക്കുകയും മെറ്റബോളിസം മെച്ചപ്പെടുത്തുകയും സോറിയാസിസ് പുനരാവൃത്തി ആവാനുള്ള സാധ്യത ഇല്ലാതാക്കുകയും ചെയ്യുന്നു. അടുത്ത ഘട്ടം ശരിയായ ഉറക്കം ഉറപ്പാക്കുക, കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ 5 മുതൽ 6 മണിക്കൂർ വരെ മാത്രമേ ഉറങ്ങുന്നുള്ളൂ. പക്ഷേ കുറഞ്ഞത് 7 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കമെടുക്കാൻ ശ്രമിക്കുക. അതിനാൽ നിങ്ങളുടെ പ്രവർത്തനം, റിത്മിക് സൈക്കിൾ എന്നിവ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും സോറിയാസിസ് മോശമാകാതിരിക്കുകയും ചെയ്യുന്നു. അടുത്ത ഘട്ടം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ഹബുകളാണ്. അതിൽ നിങ്ങൾ ഗിലോയ്, നീം എന്നിവയുടെ ഉപയോഗം ചെയ്യാം. അവ നിങ്ങളുടെ പ്രതിരോധ ശേഷിയെ ബാലൻസ് ചെയ്യും. നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി അത്യധികം സജീവമായി പ്രവർത്തിക്കുന്നത് തടയും. അതേ സമയം ഇതിലൂടെ അടുത്ത ഘട്ടം നിങ്ങളുടെ ശരീരം ഡിറ്റോക്സ് ചെയ്യപ്പെടുന്നതാണ്. അതിനാൽ ഡിറ്റോക്സ് തുടർന്നുകൊണ്ടിരിക്കും. മോഷൻ നല്ലതായിരിക്കും, അതിനാൽ സോറിയാസിസ് കൂടുകയില്ല, വേഗത്തിൽ സുഖപ്പെടുകയും ചെയ്യും. അവസാനമായി നിങ്ങളുടെ സമ്മർദ്ദം നിയന്ത്രിക്കണം, മാനേജ് ചെയ്യണം. നിങ്ങൾ വളരെ അധികം സമ്മർദ്ദത്തിലോ അല്ലെങ്കിൽ സോറിയാസിസിനെ കുറിച്ച് വളരെ അധികം ചിന്തിക്കുകയോ ചെയ്യുന്നു. അതിനാൽ അത് ഒഴിവാക്കുക. എന്റെ ഈ അപേക്ഷ നിങ്ങൾക്ക് രോഗത്തെക്കുറിച്ച് ഇത്രയും ചിന്തിക്കരുത്. വെറും വിശ്രമിക്കുക. നിങ്ങളുടെ ജീവിതം സാധാരണയായി ചെലവഴിക്കുക. സാധാരണ ആളുകളെ പോലെ പ്രവർത്തിക്കുക. ലോകം നിങ്ങളുടെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നത് മറക്കുക. എത്രയും വേഗം നിങ്ങളുടെ മനസ്സ് മാറ്റി തിരക്കിലാക്കി പോസിറ്റീവായി നിലനിർത്തുക. രോഗത്തെയും ചികിത്സയെയും കുറിച്ച് പോസിറ്റീവ് സമീപനം ഉണ്ടെങ്കിൽ സോറിയാസിസിനെ തോൽപ്പിക്കുന്നതിൽ നിങ്ങളെ ആരും തടയാൻ കഴിയില്ല. നിങ്ങൾക്ക് സോറിയാസിസ് ശരിയാക്കാൻ കഴിയുന്നില്ലെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന നമ്പറിൽ എന്റെ ടീമുമായി ബന്ധപ്പെടുക. ഞങ്ങളെ കാണാൻ വരിക. നിങ്ങളുടെ സോറിയാസിസിനെ അവസാനിപ്പിക്കുക. നന്ദി. ശ്രദ്ധിക്കൂ.